ഹായ് ഗെയ്സ്, അപ്പോൾ പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ ഭയങ്കര തെറ്റിദ്ധാരണകൾ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരുന്ന കുറച്ച് ആൾക്കാരുണ്ട്, കുറച്ച് റിയാക്ഷൻ വ്ളോഗേഴ്സും കുറച്ച് അല്ലറ ചില്ലറ ആൾക്കാരൊക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ വേറെ ആരും കുറിച്ചല്ല പറഞ്ഞത്, നമ്മൾ മാനാസിനെ കുറിച്ചാണ് പറഞ്ഞത്. നമ്മളെ റിഫ മാനുല്ലേ, അങ്ങനെ ആ മാനാസിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ അവനായിട്ട് കോൺടാക്ട് ചെയ്തിരുന്നു. അപ്പോൾ കോണ്ടാക്ട് ചെയ്ത സമയത്ത് അവർ തമ്മിൽ യാതൊരു പ്രശ്നങ്ങളൊന്നുമില്ല, അവർ ജീവിതം സ്മൂത്തായി പോകുന്നു. പിന്നെ അല്ലറ ചില്ലറ ചെറിയ സൗന്ദര്യപ്പിണക്കങ്ങൾ അതെല്ലാവരുടെ ലൈഫിലുണ്ടാവും. അതില്ലാത്തവരാരുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, അതെല്ലാവരുടെ ലൈഫിലുണ്ടാകുന്ന സംഭവമാണ്. അപ്പോൾ അത് അതിനെക്കുറിച്ചിട്ട് ഒരാൾ ഭയങ്കരമായിട്ട് വീഡിയോ ചെയ്ത്, ആളെന്ന് ഞാൻ പറഞ്ഞില്ല, ഇനിയിപ്പോൾ അയാളെ പേര് പറഞ്ഞിട്ട് പിന്നെ അത് വേണ്ട. അപ്പോൾ അത് ഏറ്റെടുത്തിട്ട് കുറച്ച് ആൾക്കാർ അതിനും ബാക്കിൽ വീഡിയോ ചെയ്തു. അപ്പോൾ മേനാസിനെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കോൺടാക്ട് ചെയ്തിരുന്നു. അപ്പോൾ മൈനാസ് പറഞ്ഞു വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ലൈഫിൽ സ്മൂത്തായിട്ട് പോകുന്നു, പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ പ്രശ്നങ്ങൾ എന്താ വെച്ചാൽ കുറച്ച് ആൾക്കാർ അത് പ്രശ്നങ്ങളാക്കി എടുക്കുകയാണെന്നാണ് അവൻ പറയുന്നത്. അപ്പോൾ അവർക്ക് തമ്മിൽ പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷേ കുറച്ച് ആൾക്കാർ അവർ പ്രശ്നങ്ങൾ ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ട് ഓരോ വീഡിയോകൾ ചെയ്തിട്ട് അവർ തമ്മിൽ ശരിക്കും അവരെ പ്രശ്നത്തിലേക്ക് തള്ളി വിടുകയെന്നാണ് അവൻ പറഞ്ഞിട്ടത്. അപ്പോൾ അങ്ങനെയാണ് അവൻ പറഞ്ഞതാകുമ്പം. അപ്പോൾ അതിനെക്കുറിച്ച് എന്താ വെച്ചാൽ ഒരാളൊരു വീഡിയോ ചെയ്തിരുന്നാകുമ്പം, ആളെ പേരൊന്നും ഞാൻ പറഞ്ഞില്ല, ആളെ വീഡിയോ ചെയ്ത് ആള് ഇല്ലാത്ത കാര്യങ്ങൾ കുറച്ചൊക്കെ ഉണ്ടാക്കി പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്ത്, അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ബാക്കിയുള്ള കുറച്ച് ആൾക്കാർ അതിൻ്റെ വീഡിയോ ചെയ്ത്, പിന്നെ ഒരുപാട് ആൾക്കാരുടെ വീഡിയോ ചെയ്ത്, ഇപ്പോൾ അവർ തമ്മിൽ യാതൊരു പ്രശ്നങ്ങളും ഇല്ല, അവർ സ്മൂത്തായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു തെറ്റിദ്ധാരണ പലർക്കും ഉണ്ടായിരുന്നു, അവർ അടിച്ചു പിരിഞ്ഞു, അവർ മതം മാറി, അങ്ങനെ ആരൊക്കെ പറയുന്നുണ്ട്, എന്താ മാനാസ് മതം മാറി പറയുന്നുണ്ട്. അപ്പോൾ അടിച്ച് പിരിഞ്ഞു പറഞ്ഞിട്ട് വയറ്റത്ത് ചോട്ടിയെന്ന് പറയുന്നുണ്ട്, എന്താ സഫനെ വയറ്റത്ത് ചോട്ടിയായിരുന്നു പറയുന്നുണ്ട്, അവർ രണ്ട് വൈക്കാന്ന് പറയുന്നുണ്ട്, അങ്ങനെ പലരും പറയുന്നുണ്ട്. അപ്പോൾ അതിനൊരു നമുക്ക് അറിഞ്ഞ കാര്യങ്ങൾ നമ്മൾ പിന്നെ അതിൽ സോഷ്യൽ മീഡിയ എന്ന് പറയണമല്ലോ. അപ്പോൾ അവർ തമ്മിൽ യാതൊരു പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല, കാരണം കറക്റ്റ് മാനാസ് കാര്യങ്ങൾ അതിനോട് എല്ലാം പറഞ്ഞിരുന്നപ്പോൾ. അപ്പോൾ അവർ തമ്മിൽ യാതൊരു പ്രശ്നങ്ങളും ഇല്ല, ഇപ്പോൾ ആരൊക്കെയോ പറഞ്ഞുണ്ടാക്കിയ പ്രശ്നങ്ങളാണപ്പം, അത്രയേ ഉള്ളൂ. അപ്പോൾ അതറിഞ്ഞപ്പോൾ എനിക്കൊരു സോഷ്യൽ മീഡിയ എന്ന് പറയാൻ തോന്നി. അങ്ങനെ ഒന്നാണ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.